ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിതാ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഒരു കഷ്ണം സവാളയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നല്ല കട്ടിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ കൈ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതേപോലെ കുഴച്ചെടുക്കാം. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ ഇതാ ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കിയെടുക്കാം. നേരിയതായിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാനിതാ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാ നല്ലതുപോലെ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് കുറേശ്ശെയായി ഇട്ടുകൊടുത്ത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല, ഇളകിപ്പോരും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കണം. നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മെല്ലെ മെല്ലെ വെന്ത് വരണം. ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഇതാ ഒറോട്ടി നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മേലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ പറ്റാത്തവരെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗവും നല്ലതുപോലെ ഇതുപോലെ മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇതാ ആ ഭാഗവും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം ഇതാ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പൊറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കാം. ഇതിന് ശേഷം ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പം ഇതാ നമ്മൾ ഗോതമ്പ് പൊറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. ഈ ദോശക്ക് ഏറ്റവും നല്ലത് മീൻകറി തന്നെയാണ്. അപ്പോൾ നമ്മൾ മീൻകറിയാണ്
ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.